തിരുവനന്തപുരം കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന് പരാതി. ടെക്നോ പാർക്ക് ജീവനക്കാരിയെയാണ് ഹോസ്റ്റൽ മുറിയിൽ കയറി പീഡിപ്പിച്ചത്. കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു സംഭവം. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, എവിടെ എന്ത് സംഭവിച്ചു എന്നാണ് പോലീസ് പറയുന്നത്? എന്തെങ്കിലും സൂചനകൾ ഈ പ്രതിയെപ്പറ്റി കിട്ടിയിട്ടുണ്ടോ? ഈ അന്വേഷണം ഏത് നിലയ്ക്ക് പുരോഗമിക്കുന്നു? വിജയകുമാർ, പ്രതിയെപ്പറ്റി യാതൊരു വിധത്തിലുള്ള സൂചനയും ഇതുവരെയും കഴക്കൂട്ടം പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അങ്ങേറ്റം ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയുമാണ് ഇത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പെൺകുട്ടിയാണ് കേരളത്തിൽ, അതും തലസ്ഥാന നഗരിയിൽ വെച്ച ഇത്തരത്തിലൊരു പീഡനത്തിനിരയാകുന്നത്. അത് ഇന്നലെ പുലർച്ചയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് പെൺകുട്ടി പറയുന്നത്. പെൺകുട്ടിയും സുഹൃത്തും മറ്റൊരു സുഹൃത്തും കൂടി ഒന്നിച്ചാണ് അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ഈ ഒപ്പമുണ്ടായിരുന്ന കുട്ടി ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടി ഇന്നലെ ഉറങ്ങുന്നതിനിടയിൽ ഈ നിലയിൽ പീഡിപ്പിക്കപ്പെട്ടത്. പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ പരിചയമില്ലാത്ത ആരോ എന്ന് മാത്രമാണ് കണ്ടത്. ഉടൻ തന്നെ ബഹളം വെച്ചതോടുകൂടി ഈ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ ഇറങ്ങി ഓടുകയായിരുന്നു. പക്ഷെ അത് ആരാണ് എന്ന് ആ കെട്ടിടത്തിൽ CCTV ഇല്ലാത്തതിനാൽ അവിടെ നിന്ന് പരിശോധന നടത്തിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നാലെയാണ് പെൺകുട്ടി കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയത്. ഇന്നലെ രാത്രിയിൽ കിടക്കുന്നതിനിടയിൽ ഈ കതക് പൂട്ടിയിരുന്നോ എന്ന് ഈ പെൺകുട്ടിക്ക് സംശയമുണ്ട് എന്ന് പോലീസിനോട് പറഞ്ഞു. കാരണം സാധാരണഗതിയിൽ ഇവർ 2 കൂട്ടുകാരികളാണ് റൂം ഷെയർ ചെയ്തിരുന്നത്. അവിടെ ആ കൂട്ടുകാരി ഉണ്ടായിരുന്നില്ല ഇന്നലെ. അതുകൊണ്ട് തന്നെ കതക് പൂട്ടിയിരുന്നു എന്നൊരു സംശയമുണ്ട്. അതിനിടയിൽ അതുകൊണ്ടാണ് തള്ളിത്തുറന്നതിൻ്റെയോ മറ്റ് ബലപ്രയോഗങ്ങളുടെയോ പാടുകൾ അവിടെ ഉണ്ടാകാതിരുന്നത്. മാത്രമല്ല ഈ കെട്ടിടത്തിൽ CCTV ഇല്ല എന്നുകൂടി ഉറപ്പാക്കിയാണ് പ്രതി വന്നത് എന്നുള്ള ചില സംശയം കൂടി പോലീസിന് ഉണ്ട്. എന്തായാലും കഴക്കൂട്ടം പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ മറ്റ് CCTVകൾ പരിശോധിക്കുക എന്നുള്ളതാണ് പോലീസ് നിലവിൽ ചെയ്യുന്ന കാര്യം. കാരണം ഈ സമീപത്തേക്ക് വരുന്ന വഴികളിലും അത് രാത്രിയായതിനാൽ തന്നെ വളരെ വേഗത്തിൽ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്ന് പോലീസും കണക്ക് കൂട്ടുന്നു. എന്തായാലും വ്യാപകമായ പരിശോധന അതുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. വിജയകുമാർ. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.